അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പടച്ച തമ്പുരാൻ നമ്മെല്ലാവരെയും എന്നും അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പരം അള്ളാഹുവിനെ മുൻനിർത്തി സ്നേഹിക്കാനും നാളെ എന്നെ മുൻനിർത്തി സ്നേഹിച്ചവരെവിടെ എന്ന് പടച്ചവൻ ചോദിക്കുമ്പോൾ ഞങ്ങളൊക്കെ നിന്നെ മുൻനിർത്തി പരസ്പരം സ്നേഹിച്ചവരാണ് റബ്ബേ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ളൊരു സംഘത്തിൻ്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരുണ്യവാനായ അള്ളാഹുവിൽ വിശ്വസിച്ച അവൻ്റെ അടിമകളുടെ 4 ഗുണങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത്. 5ാമത്തെ ഗുണം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. സദഖല്ലാഹ്. അപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളാണ്, പഠിച്ച് വളർന്ന് ഉയർന്ന് വലിയ ജോലിയൊക്കെ ചെയ്ത് നല്ല ശമ്പളക്കാരായി മാറുമ്പോൾ നിങ്ങൾക്കൊരു സാമ്പത്തികമായ ഒരു തർബിയത്ത്, സാമ്പത്തികമായ ഒരു ചാർട്ട് ചെലവഴിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അല്ലാഹു സമ്പത്ത് നൽകും. എന്തിനാ സമ്പത്ത് നൽകിയതെന്നറിയോ? ഖുർആൻ പറയുന്നത് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പം നിലനിൽക്കാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി നമുക്ക് സമ്പത്ത് വേണം, സമ്പാദിക്കണം. ഹലാലായ ഏത് ജോലി എടുത്ത് ജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ അധ്വാനിച്ച് കിട്ടുന്ന ധനമാണ്, സമ്പാദ്യമാണ്, ഭക്ഷണമാണ് ഏറ്റവും നല്ല ആഹാരമെന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നന്നായി പഠിച്ച് വളർന്ന് നല്ല ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയി നല്ല ശമ്പളക്കാരായി മാറാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ സമ്പത്ത് അവരുടെ കയ്യിൽ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ സമ്പത്ത് ചെലവഴിക്കുന്നവരാണ്. അപ്പം കിട്ടിയ സമ്പത്തിൽ നിന്ന് സ്വതക്കയായിട്ടും കൊടുക്കണം, സക്കാത്തായിട്ടും നമ്മൾ കൊടുക്കണം. വേണ്ടേ? രണ്ടും കൊടുക്കണം. കാരണം എല്ലാം തന്നതാരാണ്? അള്ളാഹുവാണ്. ഇങ്ങനെ നമ്മൾ ചെലവഴിക്കുന്നതോടുകൂടി നമ്മളെ സമ്പത്തിനെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ലാ തൂക്കി ഫയൂക്കല്ലാഹു അലൈക്കുന്ന. നിങ്ങളൊരിക്കലും നിങ്ങൾക്ക് തന്നത് കെട്ടിപ്പൂട്ടി വെക്കരുത് കേട്ടോ. അള്ളാഹു നിങ്ങൾക്ക് തരാൻ വിചാരിച്ചത് അള്ളാഹും എടുത്തു വെക്കും, കെട്ടിപ്പൂട്ടി വെക്കും. നിങ്ങളെ കയ്യിലുള്ളതെല്ലാം തീർക്കാനുള്ളതാണ്, തീർന്നു പോകാനുള്ളതാണ്. അള്ളാഹിൻ്റെ കയ്യിലുള്ളത് ബാക്കിയുള്ളതാണ്. എന്നും ബാക്കിയുള്ളത് അള്ളാഹിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. നമ്മളതൊക്കെ കൊടുത്ത് തീർക്കാനുള്ളതാണ്. നമ്മൾ ശ്വസനം പോലും നമ്മളെ പഠിപ്പിക്കുന്നതാണ് അല്ലേ? എടുത്താൽ പോരെ, കൊടുക്കണം എന്നാണ്. നമ്മൾ മുകളിലേക്ക് എടുത്ത ശ്വാസം പിന്നെ കൊടുക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? ആൾ ഔട്ടാവും അല്ലേ? അപ്പോൾ ചെലവഴിക്കുക എന്നത് നമ്മുടെ നല്ലൊരു സംസ്കാരമായിട്ട് മാറണം. പിന്നെ എന്താണ് അതിൽ പാലിക്കേണ്ട കാര്യം? പിന്നെ പറഞ്ഞത് എന്താണ്? ലം യുസ്രിഫൂ എന്നാണ് പറഞ്ഞത്. അവരൊരിക്കലും ധൂർത്ത് നടത്തുകയില്ല, ദുർവ്യയം ചെയ്യുകയില്ല, അമിതമായി ചെലവഴിക്കൂല എന്നർത്ഥം. നമ്മളൊക്കെ കാലത്ത് നടക്കുന്ന കല്യാണങ്ങളും സൽക്കാരങ്ങളും ഒക്കെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ മൂക്കത്ത് വിരൽ വെക്കും, എന്തൊരു ആർഭാടമാണെന്നൊക്കെ അല്ലേ? പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരില്ലേ? കുറേ വലുതായി കഴിഞ്ഞൊരു കല്യാണം കഴിക്കുന്ന സാഹചര്യമൊക്കെ വരും അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദുർവ്യയങ്ങൾ ചെയ്യാതിരിക്കുക. അത് നമ്മുടെ സ്വഭാവം അല്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്ന ആളുകൾ ആരാന്നറിയോ? തീർച്ചയായും അവർ പിശാചിൻ്റെ സഹോദരന്മാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ഉണ്ടോ? മനുഷ്യവർഗത്തിൽ നമ്മൾ ജിന്നുവർഗത്തിലേക്ക് മാറി എന്നർത്ഥം. ഇബ്ലീസിൻ്റെ ഇബ്ലീസ് അവൻ്റെ സഹോദരനായി മാറി എന്നർത്ഥം. ഇപ്പം ഇബ്ലീസിൻ്റെ ഒരു ഗ്യാങ്ങിൻ്റെ സ്വഭാവമാണത്. പിന്നെ പറയുന്നെന്താ? അവർ ലുബ്ധ് കാണിക്കുകയില്ല, തീരെ ചെലവഴിക്കാതിരിക്കില്ല. പിശുക്കൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ചെലവഴിക്കാത്തവൻ എന്നാണ് അർത്ഥമെങ്കിലും പിശുക്കനും ചെലവഴിക്കുമല്ലോ. അയാൾക്ക് വീട് വേണം, വസ്ത്രം വേണം, വാഹനം വേണം, ഭക്ഷണം വേണം. പക്ഷെ അയാൾ മനുഷ്യർക്ക് വേണ്ടി ഒന്നും കൊടുക്കില്ല. ഇതാണ് പിശുക്കൻ്റെ അവസ്ഥ. പിശുക്കനെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ പിശുക്കിൽ നിന്ന് രക്ഷ തേടാനും അള്ളാഹുവിനോട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബുഖ്ൽ, പടച്ചവനെ പിശുക്ക് വന്നു പോകുന്നതിൽ ഞാൻ നിന്നോട് അഭയം തേടുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. ഒരു ഹദീസിൽ കാണാൻ പറ്റും, പിശുക്കനായ മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. പിശുക്കൻ ജനങ്ങളിൽ നിന്ന് അകന്നവനായിരിക്കും. കാരണം ആളുകളൊന്നും അങ്ങോട്ട് പോകില്ല, അങ്ങോട്ട് ചെന്നാൽ ഒന്നും കിട്ടൂല, അപ്പോൾ പോകില്ല. രണ്ടാമത്തത്, അവൻ അള്ളാഹുവിൽ നിന്നും അകന്നവനാണ്. കാരണം അള്ളാഹ് പറഞ്ഞതുപോലെ ചിലവഴിക്കുന്നില്ല, അപ്പോൾ അള്ളാഹ്ക്ക് അയാളോട് ഇഷ്ടമല്ല. എന്നിട്ട് മാത്രമല്ല, അയാൾ സ്വർഗത്തിൽ നിന്നും അകന്നവനാണ്. കാരണം സ്വർഗത്തേക്ക് പോകണമെങ്കിൽ ചിലവഴിക്കണ്ടേ, അത് അയാൾ ചെയ്യുന്നില്ല. പിന്നെ അങ്ങനെ അകന്ന് പോയി അയാൾ എങ്ങോട്ട് പോകുമെന്നറിയോ?
ഖരീബുൻ ഇലന്നാർ, അയാൾ നരകത്തിനോട് ഏറ്റവും അടുത്തവനാണ് എന്നാണ്. അപ്പോൾ ചെലവഴിക്കണം, ദൂർത്തും ദുർവയും പാടില്ല, ലുബ്ധും പാടില്ല. ലുബ്ധ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിശുക്ക് പാടില്ല. മറ്റൊന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കൂടുതലും അവർ ചെലവഴിക്കും, ദൂർത്തും ചെയ്യില്ല, പിശുക്കും ഉണ്ടാവില്ല, മിതമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞെന്താ? അത്യാവശ്യത്തിന് അവരെന്ത് ചെയ്യും? ചെലവഴിക്കും. അബ്ദുല്ലാഹി ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ചെലവഴിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ ഉഹുദ് മലയോളം കൂമ്പാരം സ്വർണം വേണമെങ്കിലും ചെലവഴിക്കണം. ഇനി അനാവശ്യമായ ഒരു കാര്യത്തിനാണ് ചെലവഴിക്കുന്നെങ്കിൽ അത് 1 രൂപയാണെങ്കിലും അത് തെറ്റായ കാര്യമാണ്, നമ്മൾ ചെയ്യാൻ പാടില്ലതാണ്. അപ്പോൾ ഒരു സാമ്പത്തികമായ ഒരു അടുക്കും ചിട്ടിയും ഒരു വ്യവസ്ഥയും, സാമ്പത്തികമായ ഒരു തെർബിയത്ത്, സമ്പത്ത് ചെലവഴിക്കുമ്പോൾ അത് നേടിയെടുക്കുമ്പോൾ ഒക്കെയുള്ളൊരു ചാർട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിയാറുകൾക്ക് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. ചെലവഴിക്കുന്ന കാര്യം പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. എന്താ കാരണം? നിങ്ങൾ ഈ വിദ്യാർത്ഥികാല ജീവിതത്തിൽ എത്ര കുട്ടികൾക്കാണ് നമ്മൾ വീടുണ്ടാക്കി കൊടുക്കാറുള്ളത് അല്ലേ? നമ്മളെ മുണ്ടക്കൈ ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ ഒരു വിദ്യാർത്ഥി സ്വരൂപിച്ച കാശ് മുഴുവനും ചിലവഴിച്ചു എന്നുള്ളതാണ്. എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും കുറേ സ്ഥലങ്ങളിൽ കുട്ടികളാണ് എന്ത് ചെയ്യണത്? നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചെലവഴിക്കുന്ന, നന്മയിൽ ചെലവഴിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഒരു ഹദീസിൽ കാണാൻ കഴിയും, ഒരിക്കൽ ഇബിലീസിൻ്റെ അനുയായികൾ പറഞ്ഞു അത്രേ, ഒരു പ്രവാചകനും അനുയായികളും ഇറങ്ങിയിരിക്കുന്നു, അവരാണെങ്കിലോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്, തൗഹീദിൽ ഏകദൈവ വിശ്വാസത്തിലൊക്കെ കണിശത പാലിക്കുന്നവരാണ്, അതുകൊണ്ട് ഒരിക്കലും അവരെ ഇനി നമുക്ക് ഷിർക്കിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല, അഥവാ വിഗ്രഹങ്ങളൊക്കെ ആരാധിക്കുന്നവരിൽ ആക്കി മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്ലീസ് പറയുന്നത് എന്താ അറിയോ? നമ്മളെ അങ്ങനെ തന്നെ അവരെ നശിപ്പിക്കണം എന്നില്ല, നമ്മൾ 3 നേരം അവരെ അടുത്തേക്ക് പോകണം. രാവിലെ പോകണം, കടയൊക്കെ തുറന്ന് ബിസിനസ്സൊക്കെ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ അധ്വാനിക്കാൻ വേണ്ടി പോണ സമയത്ത് അനാവശ്യമായ മാർഗ്ഗേണ സമ്പാദിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രേരണ നൽകിയാൽ മതി. തറപ്പണി കഴിഞ്ഞിട്ടുള്ളൂ, വീട് പണി വരാനുണ്ട് അല്ലേ? നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ, അടുത്ത ഇയറിനൊക്കെ കാശ് കുറേ വേണം, ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോണ്ട് എല്ലാ അവിഹിതമായ മാർഗ്ഗേണയും സമ്പാദിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് എന്താ പറയുക? ഉച്ചക്കൊക്കെ വന്നിട്ട് പറയൽ, അവരുടെ ഉപദേശം എന്താണെന്ന് വെച്ചാൽ നല്ല മാർഗ്ഗേണ ഒന്നും ചിലവഴിക്കണ്ടെന്ന് പറയും. എല്ലാ പണിയും കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ ഇബ്ലീസ് ചിലപ്പോൾ നമ്മൾ നല്ല മാർക്കറ്റ് കൂടെ ഒക്കെ കൊണ്ടുപോകും, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് കൂടെ ഒക്കെ കൊണ്ടുപോകും. വിശക്കണമൊന്നും ഉണ്ടാവില്ല, ആവശ്യം ഉണ്ടാവില്ല. ആവശ്യം ഉണ്ടെങ്കിൽ ഫുഡ് പോയി കഴിക്കണം കേട്ടോ, പുറത്ത് പോയി ഫുഡ് കഴിക്കണം ഞാൻ എതിരൊന്നുമില്ല. പക്ഷേ ദൂർത്തും ദുർവ്വയം നടത്താൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പണം ചെലവഴിച്ച് പല ഹോട്ടലിലും കയറി ഭക്ഷണം കഴിച്ച്, അങ്ങനെ ഉണ്ടല്ലോ. വസ്ത്രം ഉണ്ടാവും, എന്നാലും കൂടുതൽ വസ്ത്രം ധരിച്ച് ആളുകളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഇബ്ലീസിൻ്റെ ദുർബോധനങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്ന ഒരാൾ ഇനി വിഗ്രഹങ്ങൾ ആരാധിക്കണം എന്നുണ്ടോ? നശിക്കാൻ. അയാൾ ഓൾറെഡി അയാളെ സാമ്പത്തികമായ അച്ചടക്കത്തിൽ നിന്ന് ഇബ്ലീസ് ദുർബോധനം നടത്തി അയാൾ വഴി തെറ്റിച്ചു. അയാൾ ഓൾറെഡി എന്ത് ചെയ്തു? ആ ജീവിതം കൊണ്ട് നശിച്ചു പോവുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് കരുണാവാരിധിയായ നാഥൻ്റെ അടിയാറുകളായ അടിമകളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അധ്വാനിക്കണം, സമ്പത്ത് നമുക്ക് വേണം, സാമ്പത്തികമായ അഭിവൃദ്ധി വേണം, ദുനിയാവിനോട് നമുക്ക് മഹബത്ത് വേണം അല്ലേ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന അല്ലേ? ആദ്യം നമ്മൾ ദുനിയാവ ചോദിക്കുന്നത്, പിന്നെയാണ് വഫിൽ ആഖിറതി ഹസനത്തം, പരലോകം ചോദിക്കുന്നത്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് വേണം സമ്പത്തിനെ സമീപിക്കാനും സമ്പത്തിനെ ഉപയോഗപ്പെടുത്താനും. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.